അമ്പലപ്പുഴ കാക്കാഴം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്ന പരുന്തിനെ പിടികൂടി. ഫോറസ്റ്റ് ലൈസൻസ്ഡ് റെസ്ക്യൂവർ ചാർലി വർഗീസ് എത്തിയാണ് പിടികൂടിയത്. അമ്പലപ്പുഴ കാക്കാഴം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചിരുന്ന പരുന്തിനെ ഒടുവിൽ പിടികൂടി. ഫോറസ്റ്റ് ലൈസൻസ്ഡ് റെസ്ക്യൂവറായ ചാർലി വർഗീസ് ആണ് പരുന്തിനെ ശാസ്ത്രീയമായി പിടികൂടി മാറ്റിയത്. ഇത് ഇങ്ങനെ നിങ്ങൾ ആരും വളർത്തുവാൻ ശ്രമിക്കരുത്. ഇതിനകത്ത് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ വളർത്തുന്ന മനുഷ്യനുമായിട്ടുള്ള ഭയം മാറുകയും അപ്പോൾ തന്നെ അവർക്ക് വീട്ടുകാർക്ക് പ്രശ്നമായിട്ട് വരുന്നത് ഇതിനെ കൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്യുന്നുണ്ട്. സംഭവിക്കുന്ന കാര്യം കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ അവിടെ വീട്ടിൽ കിട്ടിയ കെയറൊന്നും അവിടെ കിട്ടാതെ വരികയും സമയത്തിന് ഭക്ഷണം കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. വയലൻ്റായിട്ട് ആളുകളെ മുഴുവൻ പേരെ ഉപദ്രവിക്കുന്ന നാട്ടുകാർക്കാർക്കും പുറത്തിറങ്ങാൻ കഴിയാത്തതായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ആക്രമിക്കുകയും അവന് പരിക്ക് പറ്റുകയും ചെയ്തു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മൾ ആ കുട്ടിയെ കൊണ്ടുപോയി അവനെ വിദഗ്ധ ചികിത്സയ്ക്കും പ്രതിരോധ ചികിത്സയ്ക്കും ഒക്കെ തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു. തുടർന്ന് പരുന്ത് ഇങ്ങനെ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ രാവിലെയും ഇടയ്ക്കും വൈകിട്ടും ഒക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിരന്തരം അനൗൺസ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു. ഉടൻ തന്നെ വനം വകുപ്പിൽ നമ്മൾ രേഖാമൂലം വിവരം അറിയിച്ചു. വനം വകുപ്പിൽ നിന്നും എനിക്ക് ചാർലി എന്ന ലൈസൻസ്ഡ് ഈഗിൾ റെസ്ക്യൂവറിൻ്റെ നമ്പർ തന്നു. ടീച്ചർ എന്നെ അറിയിക്കുകയും അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിവരം അറിയിക്കുകയും റാന്നി ശിക്ഷയുമായി ബന്ധപ്പെട്ട് അവർ റെസ്ക്യൂ ചെയ്യുന്ന ചാർലിയുടെ ലൈസൻസുള്ള റെസ്ക്യൂവറാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ തരികയും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു. കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു ടെൻഡൻസി. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് പരുന്ത് എവിടെ നിന്നോ പറന്ന് സ്കൂൾ പരിസരത്ത് എത്തിയത്. ആദ്യം ഒരു കുട്ടിയെ ആക്രമിച്ചു. തുടർന്ന് നിരവധി കുട്ടികളെ ആക്രമിക്കാനും ശ്രമമുണ്ടായി. സ്കൂൾ അധികൃതർ വനംവകുപ്പിനെ അറിയിച്ചതോടെയാണ് പരുന്തിനെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഫോറസ്റ്റ് ലൈസൻസ്ഡ് റെസ്ക്യൂവർ ചാർലി വർഗീസിനെ വിവരം അറിയിക്കുകയും അദ്ദേഹം സ്ഥലത്തെത്തുകയുമായിരുന്നു. CDNet ന്യൂസ്, ഹരിപ്പാട്.